എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ പോസിബിൾ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് അറിയിക്കുക. നമ്മൾ സാധാരണ ഇങ്ങനെ ചോദിക്കത്തില്ല, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഹൗ ലോങ് ഹാവ് യു ബീൻ മാരീഡ്? ഹൗ ലോങ് ഹാവ് യു ബീൻ മാരീഡ്? ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര നാളായി എന്നുള്ള മീനിങ് ആണ്. ഹൗ ലോങ് ഹാവ് യു ബീൻ മാരീഡ് എന്ന് ചോദിച്ചാൽ നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി എന്നുള്ള മീനിങ് ആണ്. ഇനി ഇതിൻ്റെ ഉത്തരവായിട്ട് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി എന്ന് പറയണം. വി ഹാവ് ബീൻ മാരീഡ് ഫോർ 3 years. വി ഹാവ് ബീൻ മാരീഡ് ഫോർ 3 years. അതായത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി എന്നാണ് മീനിങ്. വി ഹാവ് ബീൻ മാരീഡ് ഫോർ 3 years. ഇനി നമുക്ക് നീ ഏത് വർഷമാണ് ജനിച്ചത്, അല്ലെങ്കിൽ നീ എപ്പോഴാണ് ജനിച്ചത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? എപ്പോൾ എന്ന് ചോദിക്കാൻ വെൻ വേർ യു ബോൺ? വെൻ വേർ യു ബോൺ എന്ന് പറഞ്ഞാൽ നീ എപ്പോഴാണ് ജനിച്ചത് എന്നാണ്. ബോൺ എന്ന് പറഞ്ഞാൽ ജനിക്കുക. സോ വെൻ വേർ യു ബോൺ എന്ന് ചോദിച്ചാൽ നീ എപ്പോഴാണ് ജനിച്ചത് എന്നുള്ള മീനിങ് ആണ്. അതിൻ്റെ ഉത്തരം ജസ്റ്റ് നമുക്ക് ഇയർ പറയാം. ഇപ്പം 1990 ആണെങ്കിൽ 1990 എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം I was born in 1990. I was born in 1990. അതായത് ഞാൻ 1990 ജനിച്ചത് എന്നാണ് മീനിങ്. I was born in 1990. ഇനി അടുത്ത ചോദ്യം, നീ എവിടെയാണ് ജനിച്ചത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? എവിടെ എന്ന് ചോദിക്കാൻ വേർ വെർ യു ബോൺ? വേർ വെർ യു ബോൺ എന്ന് പറഞ്ഞാൽ നീ എവിടെയാണ് ജനിച്ചത് എന്നാണ്. അപ്പം നമുക്കിപ്പം കേരളത്തിലാണ് ജനിച്ചത് എന്ന് പറയണമെങ്കിൽ സെയിം രീതിയിൽ തന്നെ ഐ വാസ് ബോൺ ഇൻ കേരള. ഐ വാസ് ബോൺ ഇൻ കേരള, അതായത് ഞാൻ കേരളത്തിലാണ് ജനിച്ചത് എന്നാണ് മീനിങ്. ഐ വാസ് ബോൺ ഇൻ കേരള. പിന്നെ നമ്മൾ ചോദിക്കാറില്ലേ, നിനക്ക് കുറച്ച് ചായ വേണോ, അല്ലെങ്കിൽ നിനക്ക് കുറച്ച് കാപ്പി വേണോ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? വുഡ് യു ലൈക്ക് സം ടീ? വുഡ് യു ലൈക്ക് സം ടീ എന്ന് പറഞ്ഞാൽ നിനക്ക് കുറച്ച് ചായ വേണോ എന്നുള്ള മീനിങ് ആണ്. വുഡ് യു ലൈക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള മീനിങ് ആണ്. സം ടീ എന്ന് പറഞ്ഞാൽ കുറച്ച് ചായ. സോ നിനക്ക് കുറച്ച് ചായ വേണോ, അല്ലെങ്കിൽ നിനക്ക് ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വുഡ് യു ലൈക്ക് സം ടീ. ഇനി ഇതേപോലെ തന്നെ നിനക്ക് കുറച്ച് കാപ്പി വേണോ എന്നാ ചോദിക്കേണ്ടതെങ്കിൽ വുഡ് യു ലൈക്ക് സം കോഫി എന്ന് ചോദിക്കുക. വുഡ് യു ലൈക്ക് സം കോഫി. ഇനി ഈ ചോദ്യം തന്നെ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ, അല്ലെങ്കിൽ കഴിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കണമെങ്കിൽ അതെങ്ങനെ ചോദിക്കും? വുഡ് യു ലൈക്ക് സംതിങ് ടു ഡ്രിങ്ക്? വുഡ് യു ലൈക്ക് സംതിങ് ടു ഡ്രിങ്ക്? ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ കുടിക്കുക. സോ നിനക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണോ എന്ന് ചോദിക്കാനാണ് വുഡ് യു ലൈക്ക് സംതിങ് ടു ഡ്രിങ്ക്. ഇനി കഴിക്കാൻ എന്തെങ്കിലും വേണോ എന്നാ ചോദിക്കേണ്ടതെങ്കിലോ വുഡ് യു ലൈക്ക് സംതിങ് ടു ഈറ്റ്? വുഡ് യു ലൈക്ക് സംതിങ് ടു ഈറ്റ്? സംതിങ് ടു ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കാൻ എന്തെങ്കിലും എന്നുള്ള മീനിങ് ആണ്. ഇനി ഈ 3 ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം പറയണ്ടേ? അതായത് നമുക്കിപ്പോൾ ഒന്നും വേണ്ട, അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയാം? നോ താങ്ക്സ് എന്ന് പറയാം. നോ താങ്ക്സ്, വേണ്ട, നന്ദി എന്നുള്ള മീനിങ് ആണ്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് ചായ വേണം എന്ന് വെച്ചു, അപ്പം നമുക്ക് പറയാം യെസ് ഐ വുഡ് ലൈക്ക് സം ടീ. യെസ് ഐ വുഡ് ലൈക്ക് സം ടീ, അതായത് എനിക്ക് കുറച്ച് ചായ വേണം എന്നുള്ള മീനിങ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം ഐ വുഡ് ലൈക്ക് എ കപ്പ് ഓഫ് കോഫി. ഐ വുഡ് ലൈക്ക് എ കപ്പ് ഓഫ് കോഫി, അതായത് എനിക്കൊരു കപ്പ് കാപ്പി വേണം എന്നുള്ള മീനിങ് ആണ്. ഐ വുഡ് ലൈക്ക് എ കപ്പ് ഓഫ് കോഫി. ഇനി നമുക്ക് ഇങ്ങനെ ചോദിക്കണം, നിനക്ക് ചായയോ കാപ്പിയോ വേണോ? അതെങ്ങനെ ചോദിക്കും? വുഡ് യു ലൈക്ക് സം ടീ ഓർ കോഫി? വുഡ് യു ലൈക്ക് സം ടീ ഓർ കോഫി എന്ന് പറഞ്ഞാൽ നിനക്ക് ചായയോ കാപ്പിയോ വേണോ എന്നുള്ള മീനിങ് ആണ്. സോ ചായ വേണമെങ്കിൽ ടീ പ്ലീസ് എന്ന് പറയാം, കാപ്പിയോ വേണ്ടതെങ്കിൽ കോഫി പ്ലീസ് എന്ന് പറയാം. ഇനി നമുക്ക് ഇങ്ങനെ ചോദിക്കണം, നീ എവിടെ നിന്നാണ് വരുന്നത്? അതെങ്ങനെ ചോദിക്കും? ഒന്നുകിൽ നമുക്ക് വേർ ഡു യു കം ഫ്രം എന്ന് ചോദിക്കാം. വേർ ഡു യു കം ഫ്രം. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം വേർ ആർ യു ഫ്രം? വേർ ആർ യു ഫ്രം എന്ന് പറഞ്ഞാൽ നീ എവിടെ നിന്നാണ് വരുന്നത് എന്ന് തന്നെയാണ് മീനിങ്. വേർ ഡു യു കം ഫ്രം അല്ലെങ്കിൽ വേർ ആർ യു ഫ്രം. സോ ഇതിൻ്റെ ഉത്തരമായിട്ട് ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത് എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഐ ആം ഫ്രം കോട്ടയം എന്ന് പറയാം. ഐ ആം ഫ്രം കോട്ടയം എന്ന് പറഞ്ഞാൽ ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. അല്ലെങ്കിൽ ഐ കം ഫ്രം കോട്ടയം. ഐ കം ഫ്രം കോട്ടയം. ഇതിൻ്റെ രണ്ടിൻ്റെയും മീനിങ് ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത് എന്നാണ്. പിന്നെ നമ്മൾ ചോദിക്കത്തില്ലേ, നിൻ്റെ ഫോൺ നമ്പർ എന്താണ്? ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാട്ട് ഈസ് യുവർ ഫോൺ നമ്പർ എന്ന് ചോദിക്കാം. വാട്ട് ഈസ് യുവർ ഫോൺ നമ്പർ? നിൻ്റെ ഫോൺ നമ്പർ എന്താണ്? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ
വേണം ചോദിക്കാം. ക്യാൻ ഐ ഹാവ് യുവർ ഫോൺ നമ്പർ പ്ലീസ്? ക്യാൻ ഐ ഹാവ് യുവർ ഫോൺ നമ്പർ പ്ലീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പർ എനിക്ക് തരുമോ എന്നുള്ള മീനിങ് തന്നെയാണ്. ക്യാൻ ഐ ഹാവ് യുവർ ഫോൺ നമ്പർ പ്ലീസ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചോദിക്കാം, കുഡ് യു പ്ലീസ് ഗീവ് മീ യുവർ ഫോൺ നമ്പർ. അതായത് നീ എനിക്ക് നിൻ്റെ നമ്പർ ഒന്ന് തരുമോ? കുഡ് യു പ്ലീസ് ഗീവ് മീ യുവർ ഫോൺ നമ്പർ. ഗീവ് എന്ന് പറഞ്ഞാൽ തരിക. ഗീവ് മീ യുവർ ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ നിൻ്റെ ഫോൺ നമ്പർ എനിക്കൊന്ന് തരുമോ എന്നുള്ള മീനിങ് ആണ്. അതിൻ്റെ റിപ്ലൈ ആയിട്ട് നമ്മൾ എങ്ങനെ പറയാം? യെസ് മൈ ഫോൺ നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നമ്പർ പറയാം. യെസ് മൈ ഫോൺ നമ്പർ ഈസ് നിങ്ങളുടെ നമ്പർ. അതായത് എൻ്റെ ഫോൺ നമ്പർ ഇതാണ് എന്നുള്ള മീനിങ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം പ്ലീസ് റൈറ്റ് ഡൗൺ, എഴുതിയെടുത്തോളൂ എന്ന് നമ്മൾ പറയത്തില്ലേ, അതിനാണ് റൈറ്റ് ഡൗൺ എന്ന് പറയുന്നത്. പ്ലീസ് റൈറ്റ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നമ്പർ പറയാം. ഇനി അടുത്തത്, എനിക്ക് എപ്പോൾ നിന്നെ കണ്ടുമുട്ടാനാകും എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വെൻ ക്യാൻ ഐ മീറ്റ് യു. മീറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക. സോ വെൻ ക്യാൻ ഐ മീറ്റ് യു എന്ന് ചോദിച്ചാൽ എപ്പോഴാണ് എനിക്ക് നിന്നെ കണ്ടുമുട്ടാൻ കഴിയുന്നത് എന്നുള്ള മീനിങ് ആണ്. വെൻ ക്യാൻ ഐ മീറ്റ് യു. നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ എപ്പോൾ വേണേലും ആകാം എന്ന് പറയണമെങ്കിലോ വെനവർ യു ലൈക്ക്. വെനവർ യു ലൈക്ക്. വെനവർ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും എന്നുള്ള മീനിങ് ആണ്. യു ലൈക്ക് എന്ന് പറഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ. നിനക്ക് ഇഷ്ടമുള്ള എപ്പോൾ വേണമെങ്കിലും എന്ന് പറയാനാണ് വെനവർ യു ലൈക്ക്. ഇനി സമയം എത്രയായി എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വാട്ട് ടൈം ഈസ് ഇറ്റ്. വാട്ട് ടൈം ഈസ് ഇറ്റ് എന്ന് പറഞ്ഞാൽ സമയം എത്രയായി എന്നാണ് മീനിങ്. ഇനി സമയം 6 മണിയായെന്ന് വെച്ചു. അന്നേരം എങ്ങനെ പറയും? ഇറ്റ്സ് 6 o'clock. ഇറ്റ്സ് 6 o'clock എന്ന് പറഞ്ഞാൽ 6 മണിയായി എന്നാണ് മീനിങ്. ഇനി 6:15 വെച്ചു. അപ്പോൾ 6 കഴിഞ്ഞ് 15 മിനിറ്റ് അല്ലേ, അതുകൊണ്ട് 15 മിനിറ്റിന് ക്വാർട്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ ക്വാർട്ടർ പാസ്റ്റ് 6 എന്ന് വരും. 6:15 ക്വാർട്ടർ പാസ്റ്റ് 6. ഇനി 6:30 ആണെങ്കിലോ അരയ്ക്ക് ഹാഫ് എന്നല്ലേ പറയുന്നത്. അപ്പം ഹാഫ് പാസ്റ്റ് 6. ഹാഫ് പാസ്റ്റ് 6 എന്ന് പറഞ്ഞാൽ 6:30 ആയി എന്നാണ് മീനിങ്. ഇനി 5:45 വെച്ചു. അപ്പം 6 ആകാൻ 15 മിനിറ്റ് കൂടെ ഉണ്ട് എന്നുള്ള മീനിങ് ആണ്. അപ്പം 15 മിനിറ്റിന് ക്വാർട്ടർ ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു. 6 ആകാൻ എന്ന് പറയണമെങ്കിൽ ക്വാർട്ടർ ടു 6. ഇറ്റ്സ് ക്വാർട്ടർ ടു 6 എന്ന് പറഞ്ഞാൽ 6 ആകാൻ 15 മിനിറ്റ് അല്ലെങ്കിൽ 5:45 എന്നുള്ള മീനിങ് ആണ്. ഇനി അവൾ എപ്പോഴാണ് പുറപ്പെട്ടത് അല്ലെങ്കിൽ അവൾ എപ്പോഴാണ് ഈ എത്തിയത് എന്നൊക്കെ ചോദിക്കത്തില്ലേ, അതെങ്ങനെ ചോദിക്കും? വെൻ ഡിഡ് ഷീ. എത്തിയത് എന്നാണെങ്കിൽ അറൈവ്. വെൻ ഡിഡ് ഷീ അറൈവ്. അവൾ എപ്പോഴാണ് എത്തിയത്. അറൈവ് എന്ന് പറഞ്ഞാൽ എത്തുക. അപ്പം നമ്മൾ എങ്ങനെയായിരിക്കും പറയുന്നത്? സോ നമുക്ക് ഇങ്ങനെ പറയണം, അവൾ ഇപ്പം എത്തിയതേ ഉള്ളൂ. അതെങ്ങനെ പറയും? ഷീ ഹാസ് ജസ്റ്റ് അറൈവ്ഡ്. ഷീ ഹാസ് ജസ്റ്റ് അറൈവ്ഡ്. ഹാസ് യൂസ് ചെയ്യുമ്പോൾ അറൈവിൻ്റെ V3 ഫോം അറൈവ്ഡ് വരും. ഷീ ഹാസ് ജസ്റ്റ് അറൈവ്ഡ്. ജസ്റ്റ് അറൈവ്ഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ എന്നുള്ള മീനിങ് ആണ്. ഇനി അവൾ 2 മണിക്കൂർ മുമ്പ് എത്തി എന്ന് പറയണമെങ്കിലോ ഷീ അറൈവ്ഡ് 2 hours ago. ഷീ അറൈവ്ഡ് 2 hours ago. 2 hours ago എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ മുമ്പ് എന്നാണ്. സോ അവൾ 2 മണിക്കൂർ മുമ്പ് എത്തി എന്ന് പറയാനാണ് ഷീ അറൈവ്ഡ് 2 hours ago. ഇനി എത്ര മണിക്കാണ് നിങ്ങൾ എത്തിയത് എന്ന് ചോദിക്കണം. എത്ര മണിക്ക് എന്ന് ചോദിക്കാൻ വാട്ട് ടൈം. വാട്ട് ടൈം ഡിഡ് യു അറൈവ്. വാട്ട് ടൈം ഡിഡ് യു അറൈവ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കാണ് നിങ്ങൾ എത്തിയത് എന്നുള്ള മീനിങ് ആണ്. ഇനി ഇതിന് സിമ്പിളായിട്ട് നമ്മൾ ഉത്തരം കൊടുക്കണമെന്ന് വെച്ചു 6 മണിക്ക് എന്ന് പറയേണ്ടപ്പം അറ്റ് 6 o'clock എന്ന് പറയുക. അറ്റ് 6 o'clock എന്ന് പറഞ്ഞാൽ 6 മണിക്ക് എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ എങ്ങനെയാണ് ജോലിക്ക് പോകുന്നത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? എങ്ങനെയെന്ന് ചോദിക്കാൻ ഹൗ ഡു യു ഗോ ടു വർക്ക്. ഹൗ ഡു യു ഗോ ടു വർക്ക് എന്ന് പറഞ്ഞാൽ നീ എങ്ങനെയാണ് ജോലിക്ക് പോകുന്നത് എന്നാണ്. ഗോ ടു വർക്ക് എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോവുക. സോ നിങ്ങൾ എങ്ങനെയാണ് ജോലിക്ക് പോകുന്നത് എന്ന് ചോദിക്കാനാണ് ഹൗ ഡു യു ഗോ ടു വർക്ക്. ഞാൻ കാറിലാണ് ജോലിക്ക് പോകുന്നത് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ഗോ ടു വർക്ക് ബൈ കാർ. ഐ ഗോ ടു വർക്ക് ബൈ കാർ. ബൈ കാർ എന്ന് പറഞ്ഞാൽ കാറിൽ എന്നുള്ള മീനിങ് ആണ്. സോ ഐ ഗോ ടു വർക്ക് ബൈ കാർ എന്ന് പറഞ്ഞാൽ ഞാൻ കാറിലാണ് ജോലിക്ക് പോകുന്നത് എന്നാണ്. ഇനി ബൈ കാറിന് പകരം ബൈക്കിലാണെങ്കിൽ ബൈ ബൈക്ക്, ട്രെയിനിലാണെങ്കിൽ ബൈ ട്രെയിൻ എന്നൊക്കെ പറയാം. ഇനി നമ്മൾ ജോലിസ്ഥലം അടുത്താണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ നടന്നാണ് പോകുന്നത് എന്ന് പറയാൻ ഐ ഗോ ടു വർക്ക് ഓൺ ഫുട്ട്. ഐ ഗോ ടു വർക്ക് ഓൺ ഫുട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നടന്നാണ് ജോലിക്ക് പോകുന്നത് എന്നുള്ള മീനിങ് ആണ്. ഇനി നമ്മൾ സാധനം വാങ്ങാനൊക്കെ പോകുമ്പം എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഇതിന് എത്രയാണ് എന്ന് ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കും? ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്. ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്
എന്ന് പറഞ്ഞാൽ ഇതിന് എത്രയാണ് എന്നുള്ള മീനിങ് ആണ്. അല്ലെങ്കിൽ വെറുതെ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഹൗ മച്ച് ഈസ് ഇറ്റ്, ഹൗ മച്ച് ഈസ് ഇറ്റ് എന്ന് പറഞ്ഞാലും ഇതിന് എത്രയാണ് എന്നുള്ള മീനിങ് ആണ്. ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്, ഹൗ മച്ച് ഈസ് ഇറ്റ്. സോ അതിനെങ്ങനെ റിപ്ലൈ കൊടുക്കും? 1000 രൂപയാണ് എന്ന് പറയണമെങ്കിൽ ഇറ്റ്സ് 1000 rupees എന്ന് പറയാം. ഇറ്റ്സ് 1000 rupees എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ് എന്നാണ് മീനിങ്. അല്ലെങ്കിൽ ഇറ്റ്സ് ഫോർ 1000 rupees, ഇറ്റ്സ് ഫോർ 1000 rupees, അതായത് അത് 1000 രൂപയ്ക്കാണ് എന്നുള്ള മീനിങ് ആണ്. ഇറ്റ്സ് ഫോർ 1000 rupees. ഇനി നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കുമ്പം നിങ്ങൾ എത്ര സൈസാണ് എടുക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അതെങ്ങനെ ചോദിക്കും? വാട്ട് സൈസ് ഡു യു ടേക്ക്, വാട്ട് സൈസ് ഡു യു ടേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര സൈസാണ് എടുക്കുന്നത് എന്നുള്ള മീനിങ് ആണ്. അല്ലെങ്കിൽ നമുക്ക് നിങ്ങളുടെ സൈസ് എത്രയാണ് എന്ന് ചോദിക്കത്തില്ലേ? വാട്ട് ഈസ് യുവർ സൈസ്, വാട്ട് ഈസ് യുവർ സൈസ്. ഇനി നിങ്ങളുടെ സൈസ് 44 ആണെന്ന് വെച്ചോ, അപ്പം പറയാം ഐ ആം എ സൈസ് 44, ഐ ആം എ സൈസ് 44 എന്ന് പറഞ്ഞാൽ എൻ്റെ സൈസ് 44 ആണ് എന്നുള്ള മീനിങ് ആണ്. ഇനി അല്ലെങ്കിൽ ഞാൻ 44 ആണ് എടുക്കുന്നത് എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ ഐ ടേക്ക് എ സൈസ് 44 എന്ന് പറയാം. ഐ ടേക്ക് എ സൈസ് 44. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ ഞാൻ ഇതൊന്ന് ഇട്ട് നോക്കിക്കോട്ടെ എന്ന് പറയത്തില്ലേ? അതെങ്ങനെ പറയും? ക്യാൻ ഐ ട്രൈ ദിസ് ഓൺ, ക്യാൻ ഐ ട്രൈ ദിസ് ഓൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊന്ന് ഇട്ട് നോക്കിക്കോട്ടെ എന്നുള്ള മീനിങ് ആണ്. ട്രൈ ദിസ് ഓൺ എന്ന് പറഞ്ഞാൽ ഇത് ഇട്ട് നോക്കുക എന്നുള്ള മീനിങ് ആണ്. സോ ക്യാൻ ഐ ട്രൈ ദിസ് ഓൺ എന്ന് ചോദിച്ചാൽ ഞാൻ ഇതൊന്ന് ഇട്ട് നോക്കിക്കോട്ടെ എന്നാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? തീർച്ചയായും ചേഞ്ചിങ് റൂംസ് അവിടെയാണ് എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയും? ഷുവർ ദ ചേഞ്ചിങ് റൂംസ് ആർ ഓവർ ദെയർ, ഷുവർ ദ ചേഞ്ചിങ് റൂംസ് ആർ ഓവർ ദെയർ. ഓവർ ദെയർ എന്ന് പറഞ്ഞാൽ അവിടെ എന്നുള്ള മീനിങ് ആണ്. സോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂം അവിടെയാണ് എന്ന് പറയാനാണ് ദ ചേഞ്ചിങ് റൂംസ് ആർ ഓവർ ദെയർ. ഇനി ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ട് അത് വലുതാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ ഈ ഡ്രസ്സ് എനിക്ക് കുറച്ച് വലുതാണ്, ഇതിൻ്റെ തന്നെ ചെറിയ സൈസ് ഉണ്ടോ എന്ന് ചോദിക്കത്തില്ലേ? അതെങ്ങനെ ചോദിക്കും? ദിസ് ഡ്രസ് ഇസ് ബിഗർ ഫോർ മീ, ദിസ് ഡ്രസ് ഇസ് ബിഗർ ഫോർ മീ എന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സ് എനിക്ക് വലുതാണ് എന്നുള്ള മീനിങ് ആണ്. ഡു യു ഹാവ് ദിസ് ഇൻ എ സ്മോളർ സൈസ് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ തന്നെ ചെറിയ സൈസ് ഉണ്ടോ എന്നുള്ള മീനിങ് ആണ്. ഡു യു ഹാവ് ദിസ് ഇൻ എ സ്മോളർ സൈസ്. അപ്പം നമ്മൾ പറയത്തില്ലേ തീർച്ചയായും ഇതിൻ്റെ ചെറിയ സൈസുകളും ഉണ്ട് എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയും? ഓഫ് കോഴ്സ് വി ഹാവ് ഗോട്ട് സ്മോളർ സൈസസ് അസ് വെൽ, ഓഫ് കോഴ്സ് വി ഹാവ് ഗോട്ട് സ്മോളർ സൈസസ് അസ് വെൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ സൈസിലുള്ളതും ഉണ്ട് എന്നുള്ള മീനിങ് ആണ്. വി ഹാവ് ഗോട്ട് സ്മോളർ സൈസസ് അസ് വെൽ. ഇനി നമുക്ക് ഇങ്ങനെ ചോദിക്കണം, നിനക്ക് എത്ര നാളായിട്ട് അവളെ അറിയാം? അതെങ്ങനെ ചോദിക്കും? ഹൗ ലോങ് ഹാവ് യു നോൺ ഹെർ, ഹൗ ലോങ് ഹാവ് യു നോൺ ഹെർ. നോ എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ്. സോ ഹൗ ലോങ് ഹാവ് യു നോൺ ഹെർ എന്ന് പറഞ്ഞാൽ നിനക്ക് എത്ര നാളായിട്ട് അവളെ അറിയാം എന്നുള്ള മീനിങ് ആണ്. ഇനി എനിക്ക് 5 വർഷമായിട്ട് അവളെ അറിയാം എന്ന് പറയണമെങ്കിലോ? I have known her for 5 years. I have known her for 5 years. For 5 years എന്ന് പറഞ്ഞാൽ 5 വർഷമായിട്ട് എന്നുള്ള മീനിങ് ആണ്. സോ I have known her for 5 years എന്ന് പറഞ്ഞാൽ എനിക്ക് അവളെ 5 വർഷമായിട്ട് അറിയാം എന്നുള്ള മീനിങ് ആണ്. ഇനി കാലാവസ്ഥ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഹൗ ഇസ് ദ വെദർ എന്ന് ചോദിക്കാം. ഹൗ ഇസ് ദ വെദർ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ എങ്ങനെയുണ്ട് എന്നുള്ള മീനിങ് ആണ്. വെദർ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ. അല്ലെങ്കിൽ വാട്ട്സ് ദ വെദർ ലൈക്ക് എന്ന് ചോദിക്കാം. വാട്ട്സ് ദ വെദർ ലൈക്ക് എന്ന് പറഞ്ഞാലും കാലാവസ്ഥ എങ്ങനെയുണ്ട് എന്നുള്ള മീനിങ് ആണ്. സോ ഇപ്പം നല്ല തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ്സ് സണ്ണി, ഇറ്റ്സ് സണ്ണി. സണ്ണി എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ കാലാവസ്ഥ എന്നുള്ള മീനിങ് ആണ്. ഇനി മൂടിക്കിടക്കുവാണെന്ന് വെച്ചോ, അന്നേരം നമുക്ക് പറയാം ഇറ്റ്സ് ക്ലൗഡി, ഇറ്റ്സ് ക്ലൗഡി. അതായത് മേഘാവൃതമായിട്ട് മൂടിക്കിടക്കുകയാണ് എന്നുള്ള മീനിങ് ആണ്. ഇനി നിൻ്റെ ജോലി എന്താണ് എന്ന് ചോദിക്കണം. അപ്പം അതെങ്ങനെ ചോദിക്കും? ഒന്നുകിൽ നമുക്ക് വാട്ട് ഡു യു ഡു എന്ന് ചോദിക്കാം. വാട്ട് ഡു യു ഡു എന്ന് പറഞ്ഞാൽ നിൻ്റെ ജോലി എന്താണ് എന്നുള്ള മീനിങ് ആണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വാട്ട്സ് യുവർ ജോബ് എന്ന് ചോദിക്കാം. വാട്ട്സ് യുവർ ജോബ് എന്ന് പറഞ്ഞാൽ നിൻ്റെ ജോലി എന്താണ് എന്നുള്ള മീനിങ് ആണ്. സോ നമ്മുടെ ജോലി പറയണമെങ്കിൽ ഇപ്പം ഞാനൊരു ടീച്ചറാണ് എന്ന് പറയണമെങ്കിൽ ഐ ആം എ ടീച്ചർ. ഞാനൊരു എൻജിനീയർ ആണെന്ന് പറയണമെങ്കിൽ ഐ ആം ആൻ എൻജിനീയർ. സോ ഐ ആം കഴിഞ്ഞിട്ട് എ അല്ലെങ്കിൽ ആൻ, പിന്നെ നിങ്ങളുടെ ജോലി അങ്ങനെ പറയുക. ഇനി ജോലിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ തൊഴിൽ രഹിതനാണ് എന്നുള്ള രീതിയിൽ ഐ ആം അൺഎംപ്ലോയിഡ് എന്ന് പറയാം. ഐ ആം അൺഎംപ്ലോയിഡ്. അൺഎംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ
തൊഴിൽ രഹിതൻ എന്നുള്ള മീനിങ് ആണ്. സോ ഇതിലും നന്നായിട്ട് ഇപ്പം നിങ്ങൾക്ക് ജോലിയൊന്നുമില്ല, നിങ്ങൾ ജോലിക്ക് അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ ആം ബിറ്റ്വീൻ ജോബ്സ്. ഐ ആം ബിറ്റ്വീൻ ജോബ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുകയാണ് എന്നുള്ള മീനിങ് ആണ്. ഐ ആം ബിറ്റ്വീൻ ജോബ്സ്. ഇനി അടുത്ത ചോദ്യം, അത് എത്ര ദൂരെയാണ് എന്ന് ചോദിക്കണം. അപ്പോൾ എത്ര ദൂരെ എന്ന് പറയാൻ ഹൗ ഫാർ ഇസ് ഇറ്റ് എന്ന് ചോദിച്ചാൽ അത് എത്ര ദൂരെയാണ് എന്നാണ് മീനിങ്. ഹൗ ഫാർ ഇസ് ഇറ്റ്. അപ്പം നമുക്ക് പറയണം അതിവിടെ അടുത്താണ്. അടുത്ത് എന്ന് പറയാൻ നിയർ. ഇറ്റ്സ് നിയർ ഹിയർ എന്ന് പറഞ്ഞാൽ അതിവിടെ അടുത്താണ് എന്നുള്ള മീനിങ് ആണ്. ഇറ്റ്സ് നിയർ ഹിയർ. ഇനി അതിവിടെ നിന്ന് വളരെ ദൂരെയാണ് എന്ന് പറയണമെങ്കിലോ ഇറ്റ്സ് ക്വൈറ്റ് ഫാർ ഫ്രം ഹിയർ. ഇറ്റ്സ് ക്വൈറ്റ് ഫാർ ഫ്രം ഹിയർ. ക്വൈറ്റ് ഫാർ എന്ന് പറഞ്ഞാൽ വളരെ ദൂരെ എന്നുള്ള മീനിങ് ആണ്. സോ ഇവിടെ നിന്ന് വളരെ ദൂരെയാണ് എന്ന് പറയാനാണ് ഇറ്റ്സ് ക്വൈറ്റ് ഫാർ ഫ്രം ഹിയർ. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ എളുപ്പമാണോ അല്ലെങ്കിൽ പാടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് എത്ര എളുപ്പമാണ്, അത് എത്ര പാടാണ് എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഈ സെയിം രീതിയിൽ എളുപ്പം എന്ന് പറയാൻ ഈസി എന്നാണെന്നറിയാം. അപ്പോൾ അത് എത്ര എളുപ്പമാണ് എന്നെങ്ങനെ ചോദിക്കും? ഹൗ ഈസി ഈസ് ഇറ്റ്. ഹൗ ഈസി ഈസ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് എത്ര എളുപ്പമാണ് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അത് വളരെ എളുപ്പമാണ് എന്ന് പറയണമെങ്കിൽ ഇറ്റ്സ് ക്വൈറ്റ് ഈസി. ഇറ്റ്സ് ക്വൈറ്റ് ഈസി എന്ന് പറഞ്ഞാൽ അത് വളരെ എളുപ്പമാണ് എന്നുള്ള മീനിങ് ആണ്. ഇനി അത് എത്ര പ്രയാസമാണ് എന്നാ ചോദിക്കണമെങ്കിലോ പ്രയാസം എന്ന് പറയാൻ ഡിഫിക്കൾട്ട്. ഹൗ ഡിഫിക്കൾട്ട് ഈസ് ഇറ്റ്. ഹൗ ഡിഫിക്കൾട്ട് ഈസ് ഇറ്റ്. അത് എത്ര പ്രയാസമാണ് എന്നുള്ള മീനിങ് ആണ്. ഇനി വളരെ എന്ന് പറയാൻ വെരി എന്ന് യൂസ് ചെയ്യാം. അപ്പം ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമാണ് എന്നാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഇനി നീ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഹാവ് യു റെഡ് എന്നാണ്. അപ്പം ഹാവ് യു റെഡ് ദിസ് ബുക്ക് എന്ന് പറഞ്ഞാൽ നീ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്നാണ്. ഹാവ് യു റെഡ് ദിസ് ബുക്ക്. ഇനി ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് പറയണമെങ്കിലോ യെസ് ഐ ഹാവ് റെഡ് ദിസ് ബുക്ക്. യെസ് ഐ ഹാവ് റെഡ് ദിസ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട് എന്നുള്ള മീനിങ് ആണ്. ഇല്ലെങ്കിൽ നമുക്ക് പറയാം നോ ഐ ഹാവൻറ്റ്. നോ ഐ ഹാവൻറ്റ് അതായത് ഞാൻ വായിച്ചിട്ടില്ല എന്നുള്ള മീനിങ് ആണ്. നോ ഐ ഹാവൻറ്റ്. ഇനി നീ എന്താണ് വൈകിയത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വൈകുക എന്ന് പറയാൻ ലേറ്റ്. വൈ ആർ യു ലേറ്റ്. വൈ ആർ യു ലേറ്റ് എന്ന് ചോദിച്ചാൽ നീ എന്താണ് വൈകിയത് എന്നാണ്. വൈ ആർ യു ലേറ്റ്. അപ്പം നിങ്ങൾക്ക് പറയണം ഞാൻ ട്രാഫിക്കിൽ പെട്ടുപോയി അല്ലെങ്കിൽ ട്രാഫിക്കിൽ സ്റ്റക്കായി പോയി എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ വാസ് സ്റ്റക്ക് ഇൻ ട്രാഫിക്. ഐ വാസ് സ്റ്റക്ക് ഇൻ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഞാൻ ട്രാഫിക്കിൽ പെട്ടുപോയി എന്നുള്ള മീനിങ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ ഗോട്ട് സ്റ്റക്ക് ഇൻ ട്രാഫിക്. ഐ ഗോട്ട് സ്റ്റക്ക് ഇൻ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഞാൻ ട്രാഫിക്കിൽ പെട്ടുപോയി എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്ത ചോദ്യം, നിങ്ങളുടെ കൂടെ ആര് വരും എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഹൂ വിൽ കം വിത്ത് യു. ഹൂ വിൽ കം വിത്ത് യു. ഹൂ എന്ന് പറഞ്ഞാൽ ആര്. ഹൂ വിൽ കം വിത്ത് യു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ആര് വരും എന്നാണ്. കം വിത്ത് യു എന്ന് പറഞ്ഞാൽ കൂടെ വരിക എന്നുള്ള മീനിങ് ആണ്. സോ ഹൂ വിൽ കം വിത്ത് യു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കൂടെ ആര് വരും. അപ്പം നമുക്ക് പറയണം എൻ്റെ ബ്രദർ എൻ്റെ കൂടെ വരും. അതെങ്ങനെ പറയും? മൈ ബ്രദർ വിൽ കം വിത്ത് മീ. മൈ ബ്രദർ വിൽ കം വിത്ത് മീ. ബ്രദർ എന്ന് പറഞ്ഞാൽ സഹോദരൻ. സോ എൻ്റെ സഹോദരൻ എൻ്റെ കൂടെ വരും എന്ന് പറയാനാണ് മൈ ബ്രദർ വിൽ കം വിത്ത് മീ. ഇനി നിനക്കുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കത്തില്ലേ? നിനക്ക് വീടുണ്ടോ, നിനക്ക് ജോലിയുണ്ടോ, നിനക്ക് കുട്ടികളുണ്ടോ, ഇങ്ങനെ ചോദിക്കേണ്ടപ്പം നമുക്കൊന്നുകിൽ ഹാവ് യു ഗോട്ട് എന്ന് വെച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഡു യു ഹാവ് എന്ന് ചോദിച്ച് ചോദിക്കാം. സോ രണ്ട് രീതിയിലും ചോദ്യം ചോദിക്കുമ്പോൾ രണ്ട് രീതിയിലായിരിക്കണം ഉത്തരം പറയുന്നത്. ഇപ്പം നിങ്ങളോട് ചോദിക്കുവാണ് നിനക്കൊരു കാർ ഉണ്ടോ, ഡു യു ഹാവ് എ കാർ. നിനക്കൊരു കാർ ഉണ്ടോ എന്നാണ് മീനിങ്. അപ്പോൾ എങ്ങനെ റിപ്ലൈ കൊടുക്കും? കാർ ഉണ്ടെങ്കിൽ യെസ് ഐ ഹാവ് എ കാർ എന്ന് പറയാം. യെസ് ഐ ഹാവ് എ കാർ. എനിക്കൊരു കാർ ഉണ്ട്. ഇല്ലെങ്കിലോ നോ ഐ ഡോണ്ട് ഹാവ് എ കാർ. നോ ഐ ഡോണ്ട് ഹാവ് എ കാർ. ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള മീനിങ് ആണ്. സോ എനിക്കൊരു കാർ ഇല്ല എന്ന് പറയാനാണ് ഐ ഡോണ്ട് ഹാവ് എ കാർ എന്ന് പറഞ്ഞത്. ഇനി ഹാവ് യു ഗോട്ട് വെച്ച് ചോദ്യം ചോദിക്കുമ്പം, അതായത് നിനക്കൊരു വീടുണ്ടോ എന്ന് ചോദിക്കാൻ ഹാവ് യു ഗോട്ട് എ ഹൗസ് എന്ന് ചോദിക്കാം. ഹാവ് യു ഗോട്ട് എ ഹൗസ് എന്ന് പറഞ്ഞാൽ നിനക്കൊരു വീടുണ്ടോ എന്നാണ് മീനിങ്. അപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? യെസ് ഐ ഹാവ് ഗോട്ട് എ ഹൗസ്. യെസ് ഐ ഹാവ് ഗോട്ട് എ ഹൗസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു വീടുണ്ട് എന്നുള്ള മീനിങ് ആണ്. ഇല്ലെങ്കിലോ നോ ഐ ഹാവൻ ഗോട്ട് എ ഹൗസ്. നോ ഐ ഹാവൻറ്റ് ഗോട്ട് എ ഹൗസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു വീടില്ല എന്നുള്ള മീനിങ് ആണ്. ഇനി നീ അവിടെ പോകുന്നുണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ആർ യു ഗോയിങ് ദർ. ആർ യു ഗോയിങ് ദർ. ഗോ എന്ന് പറഞ്ഞാൽ പോവുക. സോ നീ അവിടെ പോകുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ആർ യു ഗോയിങ് ദർ. അപ്പം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? യെസ് ഐ ആം.
യെസ് ഐ ആം എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നുണ്ട് എന്നുള്ള മീനിങ് ആണ്. ഇനി ഇല്ലെങ്കിലോ, നോ ഐ ആം നോട്ട്. നോ ഐ ആം നോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നില്ല എന്നുള്ള മീനിങ് ആണ്. യെസ് ഐ ആം അല്ലെങ്കിൽ നോ ഐ ആം നോട്ട്. നിൻ്റെ ഒഴിവ് സമയത്ത് നീ എന്താണ് ചെയ്യുന്നത്? അതെങ്ങനെ ചോദിക്കും? വാട്ട് ഡു യു ഡു ഇൻ യുവർ ഫ്രീ ടൈം? വാട്ട് ഡു യു ഡു ഇൻ യുവർ ഫ്രീ ടൈം? ഇൻ യുവർ ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ നിൻ്റെ ഒഴിവ് സമയത്ത് എന്നുള്ള മീനിങ് ആണ്. വാട്ട് ഡു യു ഡു എന്ന് ചോദിച്ചാൽ നീ എന്താണ് ചെയ്യുന്നത് എന്ന്. സോ വാട്ട് ഡു യു ഡു ഇൻ യുവർ ഫ്രീ ടൈം. ഇതിൻ്റെ റിപ്ലൈ ആയിട്ട് ഇപ്പം നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിവ് സമയമൊന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ ഡോണ്ട് ഹാവ് എനി ഫ്രീ ടൈം. ഐ ഡോണ്ട് ഹാവ് എനി ഫ്രീ ടൈം, അതായത് എനിക്ക് ഒഴിവ് സമയമില്ല എന്നുള്ള മീനിങ് ആണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി നടക്കുവോ അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് സംസാരിച്ച് കുറേ സമയം സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ യൂഷ്വലി ഹാങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ്. ഐ യൂഷ്വലി ഹാങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ്. ഹാങ് ഔട്ട് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരുമൊക്കെ ആയിട്ട് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. സോ ഐ യൂഷ്വലി ഹാങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ സമയം സാധാരണയായി ചെലവഴിക്കുന്നു എന്നുള്ള മീനിങ് ആണ്. ഇനി ചിലർക്ക് വീട്ടിൽ വെറുതെ ഇരുന്ന് വിശ്രമിക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ ലൈക്ക് ടു സ്റ്റേ അറ്റ് ഹോം ആൻഡ് റിലാക്സ്. ഐ ലൈക്ക് ടു സ്റ്റേ അറ്റ് ഹോം ആൻഡ് റിലാക്സ്. സ്റ്റേ അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരിക്കുക എന്നുള്ള മീനിങ് ആണ്. റിലാക്സ് എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുക. സോ ഐ ലൈക്ക് ടു സ്റ്റേ അറ്റ് ഹോം ആൻഡ് റിലാക്സ്. ഇനി നിങ്ങൾക്ക് കളികൾ വല്ല ഇഷ്ടമാണെങ്കിൽ, അതായത് ഇപ്പം നിങ്ങൾക്ക് ടെന്നീസ് കളിക്കാൻ ഇഷ്ടമാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ലൈക്ക് ടു പ്ലേ ടെന്നീസ്. ഐ ലൈക്ക് ടു പ്ലേ ടെന്നീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ടെന്നീസ് കളിക്കാൻ ഇഷ്ടമാണ് എന്നാണ്. ടു പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കാൻ. സോ ഐ ലൈക്ക് ടു പ്ലേ ടെന്നീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ടെന്നീസ് കളിക്കാൻ ഇഷ്ടമാണ്. ഇനി നിങ്ങൾക്ക് എനിക്ക് ടെന്നീസ് കളിക്കുന്നത് ഇഷ്ടമാണ് എന്നാണ് പറയേണ്ടതെങ്കിലോ ഐ ലൈക്ക് പ്ലേയിങ് ടെന്നീസ്. ഐ ലൈക്ക് പ്ലേയിങ് ടെന്നീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ടെന്നീസ് കളിക്കുന്നത് ഇഷ്ടമാണ് എന്നുള്ള മീനിങ് ആണ്. സോ ടു യൂസ് ചെയ്യുമ്പം പ്ലേ എന്ന് മതി, അവിടെ ഐ എൻ ജി ഇല്ല. ഇനി ടു ഇല്ലാതെ പറയുവാണെങ്കിൽ ഐ ലൈക്ക് പ്ലേയിങ്, അതായത് വെർബിൻ്റെ കൂടെ ഐ എൻ ജി ചേർത്ത് പറയണം. ഐ ലൈക്ക് ടു പ്ലേ ടെന്നീസ് അല്ലെങ്കിൽ ഐ ലൈക്ക് പ്ലേയിങ് ടെന്നീസ്. ഇനി കല്യാണം കഴിഞ്ഞതാണോ എന്ന് ചോദിക്കണമെങ്കിൽ ആർ യു മാരിഡ് എന്ന് ചോദിക്കാം. ആർ യു മാരിഡ് എന്ന് പറഞ്ഞാൽ നീ കല്യാണം കഴിഞ്ഞതാണോ എന്നുള്ള മീനിങ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം വാട്ട്സ് യുവർ മാരിറ്റൽ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാലും കല്യാണം കഴിഞ്ഞതാണോ അല്ലയോ എന്നുള്ള മീനിങ് തന്നെയാണ്. വാട്ട്സ് യുവർ മാരിറ്റൽ സ്റ്റേറ്റസ്. സോ ഇവിടെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് പറയാം യെസ് ഐ ആം മാരിഡ്. യെസ് ഐ ആം മാരിഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വിവാഹിതനാണ് എന്നുള്ള മീനിങ് ആണ്. ഇനി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം നോ ഐ ആം സിംഗിൾ. നോ ഐ ആം സിംഗിൾ. സിംഗിൾ എന്ന് പറഞ്ഞാൽ അവിവാഹിതനായ എന്നുള്ള മീനിങ് ആണ്. സോ ഐ ആം സിംഗിൾ എന്ന് പറഞ്ഞാൽ ഞാൻ അവിവാഹിതനാണ് എന്നുള്ള മീനിങ് ആണ്. ഇനി വിവാഹമോചിതനാണെങ്കിൽ പറയാം ഐ ആം ഡിവോഴ്സ്ഡ്. ഐ ആം ഡിവോഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ വിവാഹമോചിതനാണ് എന്നുള്ള മീനിങ് ആണ്. ഇനി നിങ്ങളുടെ കല്യാണം ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്, 2 മാസത്തിനകം നിങ്ങളുടെ കല്യാണമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ ആം ഗെറ്റിംഗ് മാരിഡ് ഇൻ 2 months. ഐ ആം ഗെറ്റിംഗ് മാരിഡ് ഇൻ 2 months. അതായത് 2 മാസത്തിനുള്ളിൽ എൻ്റെ വിവാഹമാണ്, അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്നുള്ള മീനിങ് ആണ്. ഇനി നമ്മൾ ഏത് കടയിൽ ചെന്നാലും ആദ്യം അവിടുന്ന് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എനിക്കെങ്ങനെ നിന്നെ സഹായിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കട്ടെ. അതെങ്ങനെയാണ് ചോദിക്കുന്നത്? കുഡ് ഐ ഹെൽപ്പ് യു. കുഡ് ഐ ഹെൽപ്പ് യു എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമോ എന്നുള്ള മീനിങ് ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കണമെങ്കിൽ നിനക്ക് എന്തെങ്കിലും സഹായം വേണോ? ഡു യു നീഡ് എനി ഹെൽപ്പ്. നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം എന്നുള്ള മീനിങ് ആണ്. സോ ഡു യു നീഡ് എനി ഹെൽപ്പ് എന്ന് ചോദിച്ചാൽ നിനക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്നാണ്. നമ്മൾ വലിയ മാളുകളിലൊക്കെ പോയി കഴിയുമ്പം ജസ്റ്റ് സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കും, പക്ഷെ നമുക്ക് വാങ്ങാനല്ല. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു ചോദ്യം കേട്ടാൽ നിങ്ങൾക്ക് പറയാം നോ ഐ ആം ജസ്റ്റ് ബ്രൗസിങ്. ഐ ആം ജസ്റ്റ് ബ്രൗസിങ്. ബ്രൗസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കത്തില്ലേ ഓരോ സാധനങ്ങളൊക്കെ, വാങ്ങാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെ. സോ വെറുതെ നോക്കുന്നേ ഉള്ളൂ എന്ന് പറയാനാണ് നോ ഐ ആം ജസ്റ്റ് ബ്രൗസിങ്. ഇനി നമ്മളുടെ കയ്യിൽ 1000 രൂപയുണ്ടെന്ന് വെച്ചു. അപ്പം നമ്മൾ 1000 രൂപയിൽ കുറഞ്ഞ എന്തെങ്കിലും സാധനം ഉണ്ടോ എന്ന് നോക്കുവാണ് എന്ന് പറയണമെങ്കിലോ യെസ് ഐ എം ലുക്കിംഗ് ഫോർ സംതിങ് അണ്ടർ 1000 rupees. യെസ് ഐ എം ലുക്കിംഗ് ഫോർ സംതിങ് അണ്ടർ 1000 rupees. ഐ ആം ലുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുകയാണ് എന്നാണ്. ഫോർ സംതിങ് അണ്ടർ 1000 rupees എന്ന് പറഞ്ഞാൽ 1000 രൂപയിൽ കുറവുള്ള എന്തെങ്കിലും ഞാൻ നോക്കുകയാണ് എന്നുള്ള മീനിങ് ആണ്. ഇനി ആരെങ്കിലും ഒരു പുതിയ ഡ്രസ്സ് എടുത്തെന്ന് വെച്ചോ. അപ്പം നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഏതാണ്? നിങ്ങളുടെ പുതിയ ഡ്രസ്സ് ഏത് കളറാണ്? അതെങ്ങനെ ചോദിക്കും?
വാട്ട് കളർ ഈസ് യുവർ ന്യൂ ഡ്രസ്? വാട്ട് കളർ ഈസ് യുവർ ന്യൂ ഡ്രസ് എന്ന് പറഞ്ഞാൽ നിൻ്റെ ഡ്രസ്സ് ഏത് കളറാണ് എന്നുള്ള മീനിങ് ആണ്. വാട്ട് കളർ എന്ന് പറഞ്ഞാൽ ഏത് കളറാണ് എന്നുള്ള മീനിങ് ആണ്. ഇനി ഇതിൻ്റെ റിപ്ലൈ ആയിട്ട് അത് നീലയാണ് എന്ന് പറയണമെങ്കിൽ ദാറ്റ്സ് ബ്ലൂ എന്ന് പറഞ്ഞാൽ അത് നീലയാണ് എന്നാണ് മീനിങ്. ഇനി അത് നീല നിറമാണ് എന്ന് പറയണമെങ്കിലോ ദാറ്റ്സ് ബ്ലൂ ഇൻ കളർ എന്ന് പറഞ്ഞാൽ അത് നീല കളറാണ് എന്നുള്ള മീനിങ് ആണ്. ഇനി എന്തെങ്കിലും എടുത്തോണ്ടൊക്കെ വരാൻ നേരത്തെ നമ്മൾ ചോദിക്കത്തില്ലേ, അത് ഭാരമുള്ളതാണോ? അതെങ്ങനെ ചോദിക്കും? ഈസ് ദാറ്റ് ഹെവി? അല്ലെങ്കിൽ അത് ഭാരമില്ലാത്തതാണോ എന്ന് ചോദിക്കണമെങ്കിൽ ഈസ് ദാറ്റ് ലൈറ്റ്? ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭാരമില്ലാത്ത എന്നുള്ള മീനിങ് ആണ്. ഹെവി എന്ന് പറഞ്ഞാൽ ഭാരമുള്ളത്. ഇനി ഇതിന് പോസിറ്റീവായിട്ടൊരു റിപ്ലൈ കൊടുക്കണം. അതായത് ഭാരമുള്ളതാണോ എന്ന് ചോദിച്ചാൽ ഭാരമുള്ളതാണ് എന്ന് പറയണമെങ്കിൽ യെസ് ഇറ്റ് ഈസ്, ആണ് എന്നുള്ള മീനിങ് ആണ്. യെസ് ഇറ്റ് ഈസ്. ഇനി അല്ലെങ്കിൽ നോ ഇറ്റ്സ് നോട്ട് എന്ന് പറഞ്ഞാൽ അല്ല എന്നുള്ള മീനിങ് ആണ്. ഇനി നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ എന്നുള്ള മീനിങ് ആണ്. ഇനി ഇതിനും കഴിയുമെങ്കിൽ യെസ് ഐ ക്യാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയും എന്നാണ്. പറ്റത്തില്ലെങ്കിൽ നമുക്ക് പറയാം നോ ഐ കാൺട്ട് സ്പീക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ള മീനിങ് ആണ്. പിന്നെ നമ്മൾ പറയത്തില്ലേ ഞാൻ അത്ര ഫ്ലുവൻറ്റ് സ്പീക്കറൊന്നും അല്ല, അതെങ്ങനെ പറയും? നോ ഐ എം നോട്ട് എ ഫ്ലുവൻറ്റ് സ്പീക്കർ. ഇനി നമ്മൾ ഒരാളെക്കുറിച്ച് ചോദിക്കുമ്പം അവൾ കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിക്കത്തില്ലേ, അതെങ്ങനെയാണ് ചോദിക്കുന്നത്? വാട്ട് ഡസ് ഷീ ലുക്ക് ലൈക്ക് എന്ന് പറഞ്ഞാൽ കാണാൻ എങ്ങനെയാണ് എന്നുള്ള മീനിങ് ആണ്. സോ വാട്ട് ഡസ് ഷീ ലുക്ക് ലൈക്ക് എന്ന് പറഞ്ഞാൽ അവൾ കണ്ടാൽ എങ്ങനെയിരിക്കും എന്നുള്ള മീനിങ് ആണ്. ഇപ്പം നമുക്ക് പറയണം നല്ല പൊക്കമുള്ള മെലിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയണമെങ്കിൽ ഷീ ഈസ് ടോൾ ആൻഡ് സ്ലിം. ടോൾ എന്ന് പറഞ്ഞാൽ പൊക്കമുള്ള, സ്ലിം എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ. സോ ഷീ ഈസ് ടോൾ ആൻഡ് സ്ലിം എന്ന് പറഞ്ഞാൽ അവൾക്ക് നല്ല പൊക്കമുണ്ട്, മെലിഞ്ഞിട്ടാണ് എന്നുള്ള മീനിങ് ആണ്. ഇനി പൊക്കക്കുറവാണ്, വണ്ണമുണ്ട് എന്ന് പറയണമെങ്കിലോ ഷീ ഈസ് ഷോർട്ട് ആൻഡ് ഫാറ്റ്. ഇനി അടുത്തത് നമുക്ക് ചോദിക്കേണ്ടത് ഇന്ന് വൈകിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതായത് എന്താ ചെയ്യാൻ പ്ലാൻ ഉള്ളത് എന്നുള്ള രീതിയിൽ ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വാട്ട് ഷാൽ വി ഡു ദിസ് ഈവനിങ് എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം എന്നാണ്. വാട്ട് ഷാൽ വി ഡു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള മീനിങ് ആണ്. സോ നമുക്ക് പറയണം നമുക്ക് കറങ്ങാൻ പോകാം. ലെറ്റ്സ് ഹാങ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കറങ്ങാൻ പോകാം എന്നുള്ള മീനിങ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം നമുക്കൊരു സിനിമ കാണാൻ പോകാം. അതെങ്ങനെ പറയും? ലെറ്റ്സ് ഗോ സീ എ മൂവി എന്ന് പറഞ്ഞാൽ നമുക്കൊരു സിനിമ കാണാൻ പോകാം എന്നാണ്. സീ എ മൂവി എന്ന് പറഞ്ഞാൽ സിനിമ കാണുക. ലെറ്റ്സ് ഗോ സീ എ മൂവി എന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമ കാണാൻ പോകാം എന്നുള്ള മീനിങ് ആണ്. ഇനി എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഹൗ വാസ് ഇറ്റ് അതെങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് ഇറ്റ്. അപ്പോൾ നമ്മൾ പറയുവാണ് അത് മുഴുവൻ സമയനഷ്ടമായിരുന്നു എന്നുള്ള രീതിയിൽ പറയണം. അതായത് വെറുതെ സമയം പോയി എന്നുള്ള രീതിയിൽ. ഇറ്റ് വാസ് എ കംപ്ലീറ്റ് വേസ്റ്റ് ഓഫ് ടൈം. അതായത് നമ്മൾ പറയത്തില്ലേ വെറുതെ സമയം കളഞ്ഞു, അതായത് ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇറ്റ് വാസ് എ കംപ്ലീറ്റ് വേസ്റ്റ് ഓഫ് ടൈം. ഇനി വളരെ രസകരമായിരുന്നു എന്ന് പറയണമെങ്കിലോ ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ രസകരം എന്നുള്ള മീനിങ് ആണ്. സോ രസകരമായിരുന്നു എന്ന് പറയാനാണ് ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. പിന്നെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ, നമ്മൾ ഇന്ന് വൈകിട്ട് എന്തുകൊണ്ടൊരു ഷോപ്പിങ്ങിന് പോയിക്കൂടാ? അതെങ്ങനെ ചോദിക്കും? വൈ ഡോണ്ട് വി ഗോ ഷോപ്പിംഗ് ദിസ് ഈവനിങ് എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകിട്ട്. വൈ ഡോണ്ട് വി ഗോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് ഷോപ്പിങ്ങിന് പോയിക്കൂടാ എന്നുള്ള മീനിങ് ആണ്. ഇപ്പം നമുക്ക് പറയണം അതൊരു നല്ല ആശയമായിട്ട് തോന്നുന്നു, നമുക്ക് പോകാം അല്ലെങ്കിൽ നമുക്കത് ചെയ്യാം എന്ന് പറയണമെങ്കിൽ അതെങ്ങനെ പറയും? യെസ് ദാറ്റ് സൗണ്ട്സ് ലൈക്ക് എ ഗുഡ് ഐഡിയ ലെറ്റ്സ് ഡു ഇറ്റ്. നമുക്കത് ചെയ്യാം, ലെറ്റ്സ് ഡു ഇറ്റ്. സോ യെസ് ദാറ്റ് സൗണ്ട്സ് ലൈക്ക് എ ഗുഡ് ഐഡിയ ലെറ്റ്സ് ഡു ഇറ്റ്. അതായത് അതൊരു നല്ല ആശയമായിട്ട് തോന്നുന്നു. സൗണ്ട്സ് ലൈക്ക് എ ഗുഡ് ഐഡിയ എന്ന് പറഞ്ഞാൽ നല്ല ഒരു ആശയമായി തോന്നുന്നു എന്നുള്ള മീനിങ് ആണ്.
ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാം എന്നുള്ള മീനിങ് ആണ്. പിന്നെ നമ്മൾ കടയിലൊക്കെ ചെല്ലുമ്പം അവർ ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ, നിങ്ങൾ എങ്ങനെയാണ് പണം അടയ്ക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ അതെങ്ങനെ പറയും? ഹൗ വുഡ് യു ലൈക്ക് ടു പേ? ഹൗ വുഡ് യു ലൈക്ക് ടു പേ? ഹൗ വുഡ് യു ലൈക്ക് ടു പേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അടയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, പണം അടയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള മീനിങ് ആണ്. ഇനി നമുക്ക് പറയണം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് എന്ന് പറയണമെങ്കിൽ ബൈ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ബൈ ഡെബിറ്റ് കാർഡ്. ചെക്കായിട്ടാണെങ്കിൽ ബൈ ചെക്ക് എന്ന് പറയാം. നമ്മൾ ക്യാഷ് ആയിട്ടാണെങ്കിൽ ഐ വിൽ പേ ഇൻ ക്യാഷ് എന്നാണ് പറയേണ്ടത്. ഐ വിൽ പേ ഇൻ ക്യാഷ്. ഇനി നമുക്ക് അങ്ങോട്ട് ചോദിക്കണം, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പൈസ അടയ്ക്കാൻ കഴിയുമോ? അതെങ്ങനെ ചോദിക്കും? ക്യാൻ ഐ പേ ബൈ ക്രെഡിറ്റ് കാർഡ്? ക്യാൻ ഐ പേ ബൈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പൈസ അടയ്ക്കാൻ കഴിയുമോ എന്നാണ്. ഇനി നമ്മളോടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരവായിട്ട് നമുക്ക് തീർച്ചയായും ഞങ്ങൾ എല്ലാ കാർഡുകളും സ്വീകരിക്കും എന്ന് പറയണം. അതെങ്ങനെ പറയും? സർട്ടൻലി വി ആക്സെപ്റ്റ് ഓൾ കാർഡ്സ്. സർട്ടൻലി വി ആക്സെപ്റ്റ് ഓൾ കാർഡ്സ്. സർട്ടൻലി എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നാണ്. വി ആക്സെപ്റ്റ് ഓൾ കാർഡ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ കാർഡുകളും സ്വീകരിക്കാറുണ്ട് എന്നാണ് മീനിങ്. പിന്നെ നമ്മൾ ചോദിക്കത്തില്ലേ, നിനക്ക് എത്ര വയസ്സുണ്ട്? അതെങ്ങനെ ചോദിക്കും? ഹൗ ഓൾഡ് ആർ യു? ഹൗ ഓൾഡ് ആർ യു? ഹൗ ഓൾഡ് എന്ന് പറഞ്ഞാൽ എത്ര വയസ്സ് എന്നുള്ള മീനിങ് ആണ്. സോ ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിച്ചാൽ നിനക്ക് എത്ര വയസ്സുണ്ട് എന്നുള്ള മീനിങ് ആണ്. സോ ഇതിന് റിപ്ലൈ ആയിട്ട് എനിക്ക് 25 വയസ്സുണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ആം 25 ഇയേഴ്സ് ഓൾഡ്. ഐ ആം 25 ഇയേഴ്സ് ഓൾഡ്. അല്ലെങ്കിൽ നമുക്ക് വെറുതെ പറയാം ഐ ആം 25. അതായത് എനിക്ക് 25 എന്നുള്ള മീനിങ് ആണ്. ഈ സെയിം ചോദ്യം തന്നെ അവൻ എത്ര വയസ്സായി എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ ഹൗ ഓൾഡ് ഈസ് ഹി എന്ന് ചോദിക്കണം. ഹൗ ഓൾഡ് ഈസ് ഹി എന്ന് പറഞ്ഞാൽ അവൻ എത്ര വയസ്സായി എന്നുള്ള മീനിങ് ആണ്. ആൻസർ പറയുമ്പോൾ സെയിം രീതിയിൽ തന്നെ ഒന്നുകിൽ ഹി ഈസ് 22 എന്ന് പറയുക, അവന് 22, ഹി ഈസ് 22, അല്ലെങ്കിൽ ഹി ഈസ് 22 ഇയേഴ്സ് ഓൾഡ്. ഹി ഈസ് 22 ഇയേഴ്സ് ഓൾഡ്. അവന് 22 വയസ്സുണ്ട് എന്നുള്ള മീനിങ് ആണ്. പിന്നെ നമ്മൾ ചോദിക്കത്തില്ലേ എന്തൊക്കെയുണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിക്കത്തില്ലേ? ഇത് എങ്ങനെയാണ് ചോദിക്കുന്നത്? ഒന്നുകിൽ ഹൗ ആർ യു, എന്തൊക്കെയുണ്ട്, ഹൗ ആർ യു, അല്ലെങ്കിൽ ഹൗ ഡു യു ഡു, എങ്ങനെ ഇരിക്കുന്നു, നീ എങ്ങനെ ഇരിക്കുന്നു, ഹൗ ഡു യു ഡു. ഇതിന് നമ്മൾ കോമൺ ആയിട്ട് ആൻസർ പറയുന്നത് എങ്ങനെയാണ്? സുഖമായിരിക്കുന്നു, ഐ ആം ഫൈൻ. ഐ ആം ഫൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ സുഖമായിരിക്കുന്നു എന്നാണ്. ചോദിച്ചതിന് നന്ദി എന്ന് പറയണമെങ്കിലോ താങ്ക്സ് ഫോർ ആസ്കിങ്. താങ്ക്സ് ഫോർ ആസ്കിങ് എന്ന് പറഞ്ഞാൽ ചോദിച്ചതിന് നന്ദി എന്നുള്ള മീനിങ് ആണ്. ഇനി വലിയ കുഴപ്പമൊന്നുമില്ല, മോശമില്ല എന്നുള്ള രീതിയിൽ പറയണമെങ്കിലോ നോട്ട് ബാഡ്. നോട്ട് ബാഡ് എന്ന് പറഞ്ഞാൽ മോശമല്ല എന്നുള്ള മീനിങ് ആണ്. ഇനി ഞാൻ നന്നായി പോകുന്നു എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ ഐ ആം ഡൂയിങ് വെൽ. ഐ ആം ഡൂയിങ് വെൽ. പിന്നെ നമ്മളോട് ഒരാൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്കോ എന്നുള്ള രീതിയിൽ ചോദിക്കണമല്ലോ. അപ്പോൾ ഹൗ അബൌട്ട് യു എന്ന് ചോദിക്കാം. ഹൗ അബൌട്ട് യു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കോ എന്നുള്ള മീനിങ് ആണ്. ഒരു കോൺവെർസേഷൻ തുടരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് അവരോടും ചോദിക്കാം. ഹൗ അബൌട്ട് യു. പിന്നെ നമ്മൾ ചോദിക്കത്തില്ലേ ഈ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിൻ്റെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കത്തില്ലേ? അതെങ്ങനെ ചോദിക്കും? ഹൗ വാസ് യുവർ ഡേ. ഹൗ വാസ് യുവർ ഡേ. അപ്പോൾ നമുക്ക് വളരെ നല്ലതായിരുന്നു നിൻ്റെയോ എന്ന് ചോദിക്കണം. അതെങ്ങനെ പറയും? വളരെ നല്ലതായിരുന്നു എന്ന് പറയാൻ റിയലി ഗുഡ് എന്ന് പറയാം. റിയലി ഗുഡ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലതായിരുന്നു എന്നുള്ള മീനിങ് ആണ്. ആൻഡ് യുവേഴ്സ്, നിൻ്റെയോ എന്നുള്ള മീനിങ് ആണ്. റിയലി ഗുഡ് ആൻഡ് യുവേഴ്സ്, വളരെ നല്ലതായിരുന്നു നിൻ്റെയോ. ഇനി നമുക്ക് ഇച്ചിരി കഷ്ടതയുള്ള ദിവസമൊക്കെ ആയിരുന്നെങ്കിൽ പറയാം ഇറ്റ് ഹാസ് ബീൻ എ ഡിഫിക്കൾട്ട് ഡേ. ഇറ്റ് ഹാസ് ബീൻ എ ഡിഫിക്കൾട്ട് ഡേ. ഡിഫിക്കൾട്ട് എന്ന് പറഞ്ഞാൽ പ്രയാസം. സോ പ്രയാസമുള്ള ഒരു ദിവസമായിരുന്നു എന്ന് പറയാനാണ് ഇറ്റ് ഹാസ് ബീൻ എ ഡിഫിക്കൾട്ട് ഡേ. ഇനി എത്ര മണിക്ക് നിങ്ങൾ എഴുന്നേൽക്കുന്നു എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? എത്ര മണിക്ക് എന്ന് പറയാൻ വാട്ട് ടൈം. വാട്ട് ടൈം ഡു യു ഗെറ്റ് അപ്പ്. വാട്ട് ടൈം ഡു യു ഗെറ്റ് അപ്പ്. നിങ്ങൾ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നു എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഐ യൂഷ്വലി ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock. ഞാൻ സാധാരണ 5 മണിക്ക് എഴുന്നേൽക്കുന്നു എന്ന് പറയണമെങ്കിൽ ഐ യൂഷ്വലി ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock എന്ന് പറഞ്ഞാൽ 5 മണിക്ക് ഞാൻ സാധാരണ എഴുന്നേൽക്കുന്നു എന്നാണ് മീനിങ്. ഇനി ഇതേപോലെ തന്നെ എത്ര മണിക്ക് നീ ഉറങ്ങാൻ പോകുന്നു എന്ന് ചോദിക്കണമെങ്കിലോ വാട്ട് ടൈം ഡു യു ഗോ ടു ബെഡ്. വാട്ട് ടൈം ഡു യു ഗോ ടു ബെഡ്. ഗോ ടു ബെഡ് എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പോവുക എന്നുള്ള മീനിങ് ആണ്. സോ വാട്ട് ടൈം ഡു യു ഗോ ടു ബെഡ്. അപ്പോഴും നമുക്കിങ്ങനെ തന്നെ പറയാം ഐ യൂഷ്വലി ഗോ ടു ബെഡ് അറൗണ്ട് 10 o'clock.
അതായത് ഞാൻ ഏകദേശം 10 മണിയോടുകൂടി ഉറങ്ങാൻ പോകുന്നു എന്നുള്ള മീനിങ് ആണ്. ഐ യൂഷ്വലി ഗോ ടു ബെഡ് അറൗണ്ട് 10 o'clock. ഇനി അടുത്ത ചോദ്യം, ഇവിടെ അടുത്തെവിടെയെങ്കിലും ഒരു ബാങ്ക് ഉണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഈസ് ദർ എ ബാങ്ക് നിയർ ബൈ? ഈസ് ദർ എ ബാങ്ക് നിയർ ബൈ? നിയർ ബൈ എന്ന് പറഞ്ഞാൽ സമീപത്ത് എന്നുള്ള മീനിങ് ആണ്. സോ സമീപത്ത് എവിടെയെങ്കിലും ഒരു ബാങ്ക് ഉണ്ടോ എന്ന് ചോദിക്കാനാണ് ഈസ് ദർ എ ബാങ്ക് നിയർ ബൈ. അപ്പോൾ നമുക്ക് ഉണ്ട് എന്ന് പറയണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, യെസ് ദർ ഇസ് എ ബാങ്ക് നിയർ ബൈ. യെസ് ദർ ഇസ് എ ബാങ്ക് നിയർ ബൈ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തൊരു ബാങ്ക് ഉണ്ട് എന്നുള്ള മീനിങ് ആണ്. ദർ ഇസ് എ ബാങ്ക് നിയർ ബൈ. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അറിയത്തില്ലെന്ന് വെച്ചോ, അപ്പം നമുക്ക് പറയാം ക്ഷമിക്കണം എനിക്ക് അറിയില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ എം സോറി ഐ ഡോണ്ട് നോ. ഐ എം സോറി ഐ ഡോണ്ട് നോ. ഐ എം സോറി എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം എന്നുള്ള മീനിങ് ആണ്. ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല എന്നാണ് മീനിങ്. ഐ എം സോറി ഐ ഡോണ്ട് നോ. ഇനി അടുത്ത ചോദ്യം, അവൾ എപ്പം തിരിച്ചു വരും എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വെൻ വിൽ ഷീ ബി ബാക്ക്? വെൻ വിൽ ഷീ ബി ബാക്ക്? ബി ബാക്ക് എന്ന് പറഞ്ഞാൽ മടങ്ങി വരിക എന്നുള്ള മീനിങ് ആണ്. സോ അവൾ എപ്പം മടങ്ങി വരും എന്ന് ചോദിക്കാനാണ് വെൻ വിൽ ഷീ ബി ബാക്ക്. സോ നമുക്ക് പറയണം അവൾ ഒരു 20 മിനിറ്റിനുള്ളിൽ മടങ്ങി വരും. അതെങ്ങനെ പറയും? ഷീ വിൽ ബി ബാക്ക് ഇൻ 20 minutes. ഷീ വിൽ ബി ബാക്ക് ഇൻ 20 minutes. ഇൻ 20 minutes എന്ന് പറഞ്ഞാൽ 20 മിനിറ്റിനുള്ളിൽ എന്നുള്ള മീനിങ് ആണ്. സോ ഷീ വിൽ ബി ബാക്ക് ഇൻ 20 minutes എന്ന് പറഞ്ഞാൽ അവൾ 20 മിനിറ്റിനുള്ളിൽ മടങ്ങി വരും എന്നുള്ള മീനിങ് ആണ്. ഇനി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാൻ പാക്ക് ചെയ്യത്തില്ലേ, അപ്പോൾ നിനക്ക് പാക്കിങ്ങിന് എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഡു യു നീഡ് എനി ഹെൽപ്പ് പാക്കിംഗ്? ഡു യു നീഡ് എനി ഹെൽപ്പ് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ നിനക്ക് പാക്കിങ്ങിന് ബാഗൊക്കെ അടുക്കി വെക്കാൻ എന്തെങ്കിലും സഹായം വേണോ എന്നുള്ള മീനിങ് ആണ്. ഡു യു നീഡ് എനി ഹെൽപ്പ് പാക്കിംഗ്. അപ്പോൾ നമുക്കിങ്ങനെ പറയണം, എനിക്കത് തന്നെ സ്വയം കൈകാര്യം ചെയ്യാൻ കഴിയും എന്നെങ്ങനെ പറയും? ഐ ക്യാൻ മാനേജ് ദാറ്റ് മൈസെൽഫ് എന്ന് പറയാം. ഐ ക്യാൻ മാനേജ് ദാറ്റ് മൈസെൽഫ് എന്ന് പറഞ്ഞാൽ എനിക്കത് സ്വയം കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ള മീനിങ് ആണ്. ഇനി നമ്മളോട് എന്തെങ്കിലും ഉപകാരം ചെയ്ത് തരണോ എന്ന് ചോദിക്കുമ്പം നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ നന്ദി പറയാറുണ്ടല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ പറയാം, ഐ ക്യാൻ മാനേജ് ദാറ്റ് മൈസെൽഫ് താങ്ക് യു. അതായത് ചോദിച്ചതിന് നന്ദി എന്നുള്ള മീനിങ് ആണ്. ഐ ക്യാൻ മാനേജ് ദാറ്റ് മൈസെൽഫ് താങ്ക് യു. ഇനി നമുക്ക് ഇങ്ങനെ ചോദിക്കണം, നിങ്ങളുടെ മുത്തശ്ശി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കാൻ സ്റ്റിൽ അലൈവ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈസ് യുവർ ഗ്രാൻഡ് മദർ സ്റ്റിൽ അലൈവ്? ഈസ് യുവർ ഗ്രാൻഡ് മദർ സ്റ്റിൽ അലൈവ് എന്ന് പറഞ്ഞാൽ നിൻ്റെ മുത്തശ്ശി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള മീനിങ് ആണ്. അപ്പം നമുക്ക് പറയണം യെസ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതെങ്ങനെ പറയും? യെസ് ഷീ ഈസ് സ്റ്റിൽ അലൈവ്. യെസ് ഷീ. ഇനി നമുക്ക് ഇങ്ങനെ ചോദിക്കണം, നിങ്ങൾ എത്ര നാൾ ഇവിടെ താമസിക്കും? അതെങ്ങനെ ചോദിക്കും? ഹൗ ലോങ് വിൽ യു സ്റ്റേ ഹിയർ? ഹൗ ലോങ് വിൽ യു സ്റ്റേ ഹിയർ? ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര നാൾ എന്നുള്ള മീനിങ് ആണ്. സോ ഹൗ ലോങ് വിൽ യു സ്റ്റേ ഹിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര നാൾ ഇവിടെ താമസിക്കും എന്നുള്ള മീനിങ് ആണ്. സോ ഞാൻ ഇവിടെ ഒരു 2 ആഴ്ച താമസിക്കും എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ വിൽ സ്റ്റേ ഹിയർ ഫോർ 2 weeks. ഐ വിൽ സ്റ്റേ ഹിയർ ഫോർ 2 weeks. ഐ വിൽ സ്റ്റേ ഹിയർ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ താമസിക്കുമെന്നാണ്. ഫോർ 2 weeks എന്ന് പറഞ്ഞാൽ 2 ആഴ്ച. അപ്പം ഞാൻ 2 ആഴ്ച ഇവിടെ താമസിക്കും എന്ന് പറയാനാണ് ഐ വിൽ സ്റ്റേ ഹിയർ ഫോർ 2 weeks. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ